സൂറത്തുൽ വാഖിഅ ഓതിയിട്ടും എൻ്റെ ദാരിദ്ര്യം മാറണില്ല ഉസ്താദേ. ദാരിദ്ര്യവും കടവും പ്രയാസവും ഒക്കെ കൊണ്ട് വലഞ്ഞു ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? സൂറത്തുൽ വാഖിഅ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. അല്ലാതെ ദാരിദ്ര്യം മാറാൻ വേണ്ടി നിങ്ങൾ സൂറത്തുൽ വാഖിഅ പതിവാക്കണേ എന്നല്ല. നമ്മളെങ്ങനെ ഓതുന്നേ? നമ്മളെന്തിനാ വാക്യം ഓതുന്നത്? അത് ദാരിദ്ര്യം മാറാൻ വേണ്ടി. ശരിക്കും എങ്ങനെയാ സൂറത്തുൽ വാഖിഅ ഓതേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ഓതണം. ആർക്ക് വേണ്ടി ഓതണം? അള്ളാഹുവിന് വേണ്ടി സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അതല്ലേ അതിൻ്റെ ആശയം? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നു എന്ന ഇബാദത്ത് അത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഖുർആൻ ഓതുന്നു, എൻ്റെ റബ്ബ് എനിക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. ആ ബോധ്യത്തിൽ നിങ്ങൾ സൂറത്തുൽ വാഖിഅ പതിവാക്കൂ, നിങ്ങളുടെ ദാരിദ്ര്യം അള്ളാഹു നീക്കിത്തരും. ഇത് ഭൗതികമായൊരു ദാരിദ്ര്യം മാത്രമല്ല കേട്ടോ. ഏറ്റവും വലിയ ദാരിദ്ര്യം ഈമാനിലെ ദാരിദ്ര്യമാണ്. ഈമാൻ ചോർന്നു പോകലാണ്. അവിടെ പോലും കാവലാണത്രേ സൂറത്തുൽ വാഖിഅ. വാഖിഅ മാത്രമല്ല, ചില ആളുകളുണ്ട് കടം വീടാനുള്ള സ്വലാത്ത്, ദാരിദ്ര്യം മാറാനുള്ള സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലുന്നതിനാ ദാരിദ്ര്യം മാറാൻ? സ്വലാത്ത് ചൊല്ലുന്നതിനാ സമ്പത്ത് കിട്ടാൻ? അല്ലടോ, അള്ളാഹ്ക്ക് വേണ്ടി മുത്ത് ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങളുടെ കടം അള്ളാഹ് വീട്ടി തരും. ഇതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ സൂറത്തുൽ വാഖിഅ അള്ളാഹുവിന് വേണ്ടി ഓതൂ, അള്ളാഹു നിങ്ങളുടെ ദാരിദ്ര്യം നീക്കിത്തരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.